മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് കൂടി നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, മലപ്പുറത്ത് നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഈദ് നമസ്കാരം കഴിഞ്ഞു. ഞാനുണ്ടായിരുന്ന മാദിൻ ഗ്രാൻഡ് മസ്ജിദ് അല്പസമയം മുമ്പാണ് ബുക്കാരി തങ്ങൾ ഈ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിൻ, ഒരു സംഗമത്തിന് കൂടി തുടക്കം കുറിച്ചത്. അത് ഈ വിശുദ്ധമായ ദിനത്തിൽ കൂടി അത്തരമൊരു സന്ദേശം തന്നെയാണ് പുണ്യ റംസാൻ മാസത്തിന് നൽകാനുള്ളത്. സ്നേഹവും സാഹോദര്യവും ഒരുമയും നിലനിൽക്കേണ്ടത് പ്രാധാന്യമാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് പുണ്യ റമദാൻ മാസത്തിന് നൽകാനുള്ളത്. ചെറിയ പെരുന്നാളുടെ സന്ദേശവും അതുതന്നെയാണ്. ഇനി സ്നേഹ സൽക്കാരത്തിൻ്റെ സമയമാണ്. വീടുകളിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ് രണ്ടുപേരും നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്താ പേര്? പുതിയ ഉടുപ്പാ? ഇനി എങ്ങോട്ടാ പോവാനുള്ളേ? എവിടെയാ പോവാനുള്ള ഇനി അത്തരത്തിലുള്ള സ്നേഹ സൽക്കാരത്തിന്റെ ഒക്കെ സമയമാണല്ലേ? ഇനി എങ്ങോട്ടൊക്കെയാ പോകാനുള്ള പ്ലാനൊക്കെ? ഇനി കുടുംബ വീടുകളിലേക്ക് പോകണം. അതുപോലെ നാട്ടിലെ അയൽവാസികളൊക്കെ വീട്ടിലൊക്കെ പോവാം. പെരുന്നാൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുക. അതന്നെ. കുടുംബമായിട്ട് ബന്ധങ്ങൾ നിലനിർത്തണം, സന്തോഷമായിട്ട് പോകണം. ലഹരിക്കെതിരെയുള്ള ഈ പ്രതിജ്ഞ എല്ലാവരും അത് പ്രതിജ്ഞ പങ്കെടുത്ത് കയ്യൊപ്പിട്ട് ഈ ലഹരി ഇല്ലാത്ത ഒരു സമൂഹം ആയിരിക്കണം ഈ സന്ദേശം. അതാണ്. അതെ, അത്തരത്തിലൊരു സന്ദേശം കൂടി ഈ റംസാൻ ഈ ചെറിയ പെരുന്നാളിന് നൽകാനുണ്ടല്ലേ? ഈ ചെറിയ പെരുന്നാളിന് ഇവിടെ സംബന്ധിക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷമാണ്. തങ്ങളുടെ സ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടങ്ങി വച്ച ലഹരിക്കെതിരായുള്ള പോരാട്ടം. ഞാനൊരു ലക്ഷദ്വീപുകാരനാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ നാട്ടിലും ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു വിപത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരായിട്ടും നമ്മൾ ഇന്ത്യ രാജ്യം മൊത്തം ഇതിന്ന് വിമുക്തമാകുന്നത് വരെ അതിലുള്ള പോരാട്ടത്തിൽ ഒത്തുചേരുമെന്നും കൂടെ ദൃഢനിശ്ചയം ചെയ്യുന്നു. അതെ, ഈ ചെറിയ പെരുന്നാളിന് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടിയാണ്. സമൂഹത്തിൽ ഏറ്റവും അത്തരത്തിലൊരു വിപത്തായി നിൽക്കുന്ന ഒരു വിഷയത്തിനെതിരെ കൂടിയുള്ളൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ചെറിയ പെരുന്നാൾ ദിനം കൂടി എന്നുള്ളതാണ്. ഈ സ്നേഹ സൽക്കാരത്തിനുള്ള സമയമാണ്. വീടുകളിലൊക്കെ പോയി പരസ്പരം ആ സ്നേഹവും ഒത്തൊരുമയും ഒക്കെ ഐക്യത്തിൻ്റെയും സമയത്തിലേക്ക് കൂടിയാണ് ഇനിയിപ്പോൾ ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ കടക്കുന്നത്. മോത്തി.